Importance and utility of statistics. Why is statistics essential in everyday life? നമ്മൾ എവിടെയൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത്? ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് an aid to business and commerce. ബിസിനസ്സിലും കൊമേഴ്സിലും സ്റ്റാറ്റിസ്റ്റിക്സ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഒരാൾ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഏറ്റവും തുടക്കത്തിൽ തന്നെ എപ്പോഴാണോ പ്ലാൻ ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ മുതൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് തുടങ്ങണം. A businessman needs statistics right from the time he proposes to start business. He should have relevant facts and figures to prepare the financial plan of the proposed business. Statistical methods are necessary for these purposes. ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കുറേ ഫാക്ട്സും ഫിഗേഴ്സും ഒക്കെ നമ്മുടെ കയ്യിൽ വേണം. ഈ ഫാക്ട്സിനെയും ഫിഗേഴ്സിനെയും ഒക്കെ വിളിക്കുന്ന പേരാണ് ഡേറ്റാസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇനി ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞ് ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ തന്നെ ആ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിരിക്കണം. അത് നമുക്ക് മാർക്കറ്റ് റിസർച്ച് വഴിയേ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഇറ്റ്സെൽഫ്. And in industrial concerns, statistical devices are being used not only to determine and control the quality of products manufactured, but also to reduce wastage to a minimum. Industrial concerns ൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് കൺട്രോൾ ചെയ്യുന്നതിന് മാത്രമല്ല വേസ്റ്റേജ് കുറയ്ക്കാനായിട്ട് നമ്മൾ നോക്കും. അതായത് എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. The technique of statistical quality control is used to maintain the quality of products. പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. സോ ബിസിനസ്സിലും ഇൻഡസ്ട്രിയിലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. Now coming on to business management, one of the important functions of business management is to coordinate the activities of various departments so as to secure maximum efficiency with minimum effort. ഏറ്റവും കുറഞ്ഞ എഫേർട്ടിൽ മാക്സിമം എഫിഷ്യൻസി കൊണ്ടുവരാനാണ് എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്. സോ ഇത് കൃത്യമായിട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഹെൽപ്പ് കൂടിയേ തീരത്തുള്ളൂ. നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് അതിനെ കൃത്യമായിട്ട് കമ്പയർ ചെയ്ത് ഇന്റർപ്രിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വൈസ് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. The success of production programming, both in the short as well as long period, depends to a great extent on the quality of sales of forecast. സെയിൽസിന്റെ ഫോർകാസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ സെയിൽസിന്റെ ഭാവി എന്താണ്, മുന്നോട്ടേക്ക് ഏത് സെയിലാണ്, എങ്ങനെ സെയിൽ ചെയ്താലാണ് കൂടുതൽ വരുന്നത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഷോർട്ട് ടേമിലാണെങ്കിലും ലോങ് ടേമിലാണെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ് സക്സസ് ആയി അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ സക്സസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. So market research, consumer preference studies, etc. are some other methods of sales control which make an extensive use of statistical tools. കൺസ്യൂമറിന്റെ പ്രിഫറൻസ് എന്താണ്, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടിയതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പ്രോഡക്റ്റിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. പ്രോഡക്റ്റിന്റെ ഇൻഗ്രീഡിയൻസിൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ദാറ്റ് ഇസ് ഡൺ ത്രൂ മാർക്കറ്റ് റിസർച്ച്. Now statistics also helps in economics. The science of economics is becoming statistical in its method. എക്കണോമിക്സിന്റെ ഏതൊരു മേഖല എടുത്താലും അവിടെ എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് അനിവാര്യമാണ്. They are mostly interrelated. Statistics of production describe the wealth of a nation. പ്രൊഡക്ഷന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഒരു നേഷൻ, ഒരു രാഷ്ട്രത്തിന് എത്രത്തോളം സമ്പത്തുണ്ട് എന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കാണിക്കുന്നത്. Exchange statistics throw light on the commercial development of a nation. Distribution statistics disclose the economic conditions of the various classes of people. Therefore, statistical methods are necessary for proving economic laws. Cost of living index number, wholesale price index number, analysis of time series, ഇതെല്ലാം തന്നെ economic തിയറിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ്സ്. So one can say that without statistics, many theories of economics would have remained close to mankind. So economics ന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസിനെല്ലാം തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസ് ഉണ്ട്.
Now for administration. Statistics are the eyes of government administration. എന്തുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിറൈവ് ചെയ്തത് തന്നെ ഒറിജിനേറ്റ് ചെയ്തത് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു. The government have to collect statistical data whenever they adopt measures to achieve the objectives like reducing inequalities in the distribution of wealth, income, etc. നമ്മുടെ 5-year plan അല്ലെങ്കിൽ വേറെ പോളിസീസ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കൊമേഴ്ഷ്യൽ പ്രോഡക്ട്സ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒക്കെ തന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഹെൽപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. Now coming on to research, modern statistical methods and statistical data are being found increasingly useful in research in different fields. In the field of science, in the literary field, in the field of business activities, and in the field of economic activities, research work are being undertaken with the help of statistical methods. So statistical methods ന്റെ ഹെൽപ്പോട് കൂടിയാണ് ഏതൊരു മേഖലയിലെയും റിസർച്ച് മുൻപോട്ട് പോകുന്നത്. Now planning. Modern age is an age of planning. For planning to be successful, statistical data are necessary. So planning cannot be managed without statistics. National Sample Survey Scheme was primarily started to collect statistical data. ഏതൊരു കാര്യവും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം. ആ പ്ലാനിങ് കൃത്യമായിട്ട് നടത്താനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഓർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Now the last one is bankers, brokers and insurance companies. Statistical methods help various economic industries. ഒരു ബാങ്കറിന് എപ്പോഴാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യം വരുന്നത്? ബിസിനസ് സൈക്കിൾസിനെ പറ്റി പഠിക്കണം ബാങ്കർ. സോ അവിടെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തേ പറ്റൂ. ആൻഡ് ഫോർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഒരു ബ്രോക്കറിന് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള അറിവ്. എങ്കിൽ മാത്രമേ ആ ആൾക്ക് ഷെയർ വാല്യൂ എവിടെയാണ് കൂടുതൽ, എവിടെയാണ് കുറവ്, ഏത് കമ്പനിയുടെ ഷെയർ വേണം നമ്മൾ മേടിക്കാൻ, ഏത് വേണം വിൽക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പറയണമെങ്കിൽ ആ ആൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി നല്ലൊരു അറിവുണ്ടായിരിക്കണം. And for insurance companies, they depend on the accurate basic data that it uses for the calculation of premium rates. Insurance companies എവിടെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യം വരുന്നത്? അവരുടെ പ്രീമിയം റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് അത്യന്താപേക്ഷിതമാണ്. സോ ഇവിടെ എല്ലാം തന്നെ ഈ പറയുന്ന ഏതൊരു മേഖലയിലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അവിടെ എല്ലാം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്.